സത്യത്തിൽ അതുണ്ട്. പക്ഷെ ഞാൻ അത് പറയവേ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഏറ്റവും പ്രധാനമുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെയൊക്കെ എന്റെ എന്താ പറയാ മുഖവും ആരുടെയൊക്കെയോ ഉടലുകളോ എത്ര വന്നിട്ടുണ്ട്. പരാതി ആദ്യകാലത്തൊക്കെ നമ്മൾ ആവേശപ്പെട്ട് പരാതി കൊടുക്കും. കാരണം നിയമമൊക്കെ പഠിച്ചിരിക്കുന്നതാ, ഇന്ന സാധ്യതകളുണ്ട്. ഇതൊക്കെ എന്താ പറയാ ജലരേഖയായി മാറിയിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലത്ത് ചിലർക്ക് അത് നീതി കിട്ടിയിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മളെന്താ എനിക്ക് എന്നെ കുറിച്ചുള്ള ആസ് ആൻ ഇൻഡിവിജ്വൽ എന്റെ ഒരു വിശ്വാസം, എന്നെ ആരെന്ത് പറയുന്നു എന്നുള്ളതല്ല, ഞാൻ എങ്ങനെ ജീവിക്കുന്നു, ഞാൻ എന്താണ്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇവരെല്ലാവരും ലോകം മുഴുവനും നിന്ന് എന്നെ ഇങ്ങനെ അപമാനിച്ചാലും ഞാൻ അതിലൊന്നും പെടത്തില്ല. മീൻസ് ഞാൻ അങ്ങനെയുള്ള ആളല്ല, എനിക്ക് എന്റേതായ വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ വാടിപ്പോകല്ല, പറയുന്നത് പറയട്ടെ. നമുക്ക് എല്ലാവർക്കും സന്തോഷം കൊടുക്കണമെന്ന് ആഗ്രഹം. ചിലര് നമ്മളെ വിമർശിച്ച് സന്തോഷിക്കും, ചിലര് നമ്മളെ അപമാനിച്ച് സന്തോഷിക്കും. അത് സന്തോഷിച്ചോട്ടെ, ആ സന്തോഷം അവർക്ക് കിട്ടും. ആ ഒരു മനോഭാവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫാമിലിയും നമ്മളെ ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ കേരളത്തിൽ എത്ര സ്ത്രീകൾ ഇതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു, എത്ര പേരുടെ കുടുംബം പോയി, ഇത്രയും അപമാനിച്ച് എത്ര സ്ത്രീകൾ നമ്മളുമായിട്ട് പൊതുപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമെന്ന് എനിക്കിനി ജീവിക്കാൻ വയ്യ, പിന്നെ അവരിങ്ങനെ എങ്ങോട്ടിറങ്ങിയാലും ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എത്ര. അപ്പോഴെല്ലാം നമ്മൾ അവർക്ക് ആത്മവിശ്വാസം, ആരെങ്കിലും പറയുന്ന കണക്കല്ല, നമ്മൾ ബോൾഡായിരിക്കും. ആരെങ്കിലും പറഞ്ഞ് നമ്മുടെ ജീവിതം മാറും. ഒരു മുഴുവൻ കയറി തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമുക്ക് നിയമം കൂടെ ഉണ്ടെന്നൊക്കെ ധൈര്യം കൊടുക്കും. പക്ഷേ ആ കൂടെയുള്ളത് എന്താ പറയാ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയിൽ മറ്റുള്ളവർ അതിന്റെ പങ്ക് പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ചട്ടക്കൂടിൽ വരുത്തിക്കൊണ്ട് എത്ര പേരുടെ ജീവിതമാണ് തകർക്കുന്നത്. സ്ത്രീകളുടെ പുരുഷന്മാരെ അപമാനിക്കുന്നുണ്ട്. പുരുഷന്മാര് ഭൂരിപക്ഷവും അതിനെ അതിജീവിച്ച് നിൽക്കാനുള്ള ഒരു രീതി അവർ കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും ഉണ്ടാകുന്നുണ്ട് എത്ര സ്ത്രീകള്. തീർച്ചയായും കേരളത്തിലെ വനിതാ ശിശു വികസന വകുപ്പ് അക്കാര്യത്തിൽ ഗൗരവമായ ഇടപെടൽ നടത്തുന്ന സർക്കാർ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം എന്നായിരുന്നു നമ്മുടെ ജൂലൈ 6-ാം തീയതി ആയിരുന്നു ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം. ഞാൻ ഒരുപാട് സ്കൂളിൽ, എന്റെ മണ്ഡലത്തിൽ ഒരുപാട് സ്കൂളിൽ ഒരു സ്കൂളിൽ പോയപ്പം ഞാനൊന്നും അറിയുന്നില്ല. അവിടെ ഇരിക്കുന്ന ഒരാള്, പിന്നെ ആളിനൊന്നും പറയുന്നില്ല, ഒരാൾ ഫോട്ടോ എടുക്കുക. അപ്പൊ തൊട്ട് ബാക്കിക്കുന്ന ആള് കാണുന്നത് എന്റെ മുഖം സൂം ചെയ്യുന്നില്ല, ബോഡിയാണ് സൂം ചെയ്യുന്നത്. അപ്പൊ തന്നെ പിന്നെ അടുത്ത് നിന്ന ആള് പറഞ്ഞ് അതങ്ങ് മാറ്റി. പക്ഷെ എങ്കിലും സൂം ചെയ്ത് പ്രശ്നമാക്കണമെന്ന് ആ കണ്ട ആള് വിചാരിച്ചെങ്കിലും പിന്നെ കുഴപ്പമില്ലെന്ന് വെച്ചാൽ കണ്ട് പറഞ്ഞത് കൊണ്ട് കുഴപ്പമുണ്ടായില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ആള് പോസ്റ്റ് ചെയ്തതിനകത്ത് ഈ ബോഡി പാർട്ടുണ്ട്. ഏതൊരു മനുഷ്യൻ നമ്മള് ഫോട്ടോ എടുക്കുമ്പോൾ മുഖമില്ലാതെ ബോഡി. അപ്പൊ മിനിസ്റ്ററായ എന്റെ ഫോട്ടോ അങ്ങനെ പിന്നെ അത് വലിയ വിഷയമാക്കി അയാൾ ഡിലീറ്റ് ചെയ്തെങ്കിലും ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ബന്ധപ്പെട്ട മാനേജ്മെന്റിനെയൊക്കെ അറിയിച്ചു, അത് വിഷയമാക്കി. അപ്പൊ ഞാനോട് ചോദിക്കും, ഒരു മിനിസ്റ്ററായ സംസ്ഥാനത്തെ ഒരു മന്ത്രിയായ എന്റെ ബോഡി അങ്ങനെ ഫോട്ടോ എടുക്കാൻ പബ്ലിക് പ്ലേസിൽ ധൈര്യമുള്ളവർ പഠിക്കുന്ന സ്കൂളിലെ കുഞ്ഞുങ്ങളോട് എങ്ങനെയായിരിക്കും, അത് ആളുകളോട് എങ്ങനെ, അധ്യാപകരോട് എങ്ങനെയായിരിക്കും? അതികർശനം. സാധാരണ ആരും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളല്ല ഞാൻ, പക്ഷെ അതികർശനം നടപടി എടുക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായും ഈ കാര്യത്തിൽ അത് ഞങ്ങൾ ആ നയം നടപ്പിലാക്കുന്ന ബന്ധപ്പെട്ട് അവരെ കണ്ട കാരണം അവരും കൂടെ വേണ്ടുന്നതാ.